എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എമ്പുരാൻ സിനിമയുടെ ടീസർ വന്നപ്പോൾ ഒരുപാട് കരച്ചിൽ കേട്ടു. അതിനെക്കുറിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്തതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ. അതെ, അതിൻ്റെ ട്രോൾ റിയാക്ഷൻ, അതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ ഇത്. എന്താ ഫുൾ റിയാക്ഷൻ ആയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ ചെയ്ത് കളിക്കാം. അതെ, PK നമ്മള് ഓക്കെ. എന്തായാലും കരച്ചിൽ ഭീകരമായിരുന്നു. അതിന് ഇത്ര റിയാക്ഷൻ ഒന്നും പോരാ, കാരണം അത്രയും വലിയ മഴയാണ് പെയ്തത്. കണ്ണീർ മഴ. പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ കുറച്ച് കമൻസ് വന്നു. നിങ്ങൾ ഇപ്പോൾ അത് തിരിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളിതിന് മുൻപ് പല സിനിമക്കും KGF കോപ്പി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കബ്സ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സലാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കന്നഡയിൽ നിന്ന് തന്നെ കുറച്ച് സിനിമകൾ ഇതിൻ്റെ അതേപോലെ വന്നിട്ടുണ്ട്. അതെങ്ങനെ ഈ ഡാർക്ക് മൂഡ് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല, എഡിറ്റിങ്, സിനിമറ്റോഗ്രാഫി, കളർ, യൂണിവേഴ്സ്, ആ യൂണിവേഴ്സ്, അതായത് കറക്റ്റ് അതേ യൂണിവേഴ്സിൽ വേറെ നടന്മാർ വന്ന് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സ്വഭാവം ഒക്കെ ഒന്ന് തന്നെയായിരിക്കും, വേഷവിധാനം, ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഒരേപോലെ ആയിരിക്കും, മേക്കപ്പ് ഒരേപോലെ ആയിരിക്കും, ആൾക്കാരുടെ കോസ്റ്റ്യൂം, ചെളിയും ചാരവും പൊടിയൊക്കെ പിടിച്ച് അതങ്ങനെ തന്നെ എല്ലാം അതേപോലെ തന്നെ അതേ പാറ്റേൺ പിന്തുടർന്നുകൊണ്ടാണ് ഡയലോഗ്സിന്റെ രീതി അങ്ങനെ ആയിരിക്കും. പിന്നെ സോങ്ങുകള്, പിന്നെ അതിന്റെ തീം, ഏത് അമ്മപ്പാസം പരിപാടി സെയിം ഉണ്ടാവും ഒരു ട്രാക്ക്. പിന്നെ അതോ ലോകം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരുപോലെ ഒരൊറ്റ നില തന്നെ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സംശയമുണ്ടോ? ഒരു സംശയം നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മുടെ മാർക്കോ ഒരിക്കലും KGF കോപ്പി എന്നുള്ള രീതിയിൽ പറയാനേ പറ്റില്ല. അതിന് കാരണം എന്താ? ഒന്ന് കോട്ടിട്ടുണ്ട്, പിന്നെ ഡാർക്ക് മൂഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാർക്ക് പോലെ അല്ല ഇവിടുത്തെ ഡാർക്ക്. ഡാർക്ക് മൂഡാണെങ്കിൽ എന്ന് തുടങ്ങിയിരിക്കുന്നത് ഡാർക്ക് മൂഡൊക്കെ. പിന്നെ മാർക്കോയിലെ ഇപ്പൊ കളർ ഗ്രേഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ചെറിയൊരു ബ്ലാക്ക് ഇത് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അതേപോലെ ഒന്നും അല്ല, അതേപോലത്തെ ആൾക്കാരാണോ ഇവിടെ മാർക്കോയിൽ? കരിപുരന്റെ ജീവിതമല്ല. അതെ, അതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ എംബ്രാനില്, അതായത് ടീസർ വന്നപ്പോൾ അതിലും ഡാർക്ക് മോഡാണ്, പക്ഷെ കരിപുരന്റെ ജീവിതം അല്ല. ഡാർക്ക് മോഡ് KGF വരുന്നതിനെക്കാളും മുന്നേ ഉണ്ടെന്ന് ഇംഗ്ലീഷ് സിനിമകളിലുണ്ട്. പിന്നെ അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡാർക്ക് മോഡിനെ വിട്ടേക്ക്. അതുമല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പം എമ്പുരാനും KGF തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അല്ല, ഒരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ, ഞാനത് കണ്ട് തരിച്ചുപോയി. എന്താടാ? ഞാൻ ശരിക്കും ഇപ്പോഴും പൃഥ്വിരാജിൻ്റെ, അതായത് സംവിധായകൻ എന്ന രീതിയിൽ വലിയൊരു സ്റ്റാറിനെ വെച്ചല്ലാതെ ഒരു സിനിമ ചെയ്യണം, എന്നാലേ ആളുടെ മറ്റൊരു ഫേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഡയറക്ടറിൽ മറ്റൊരു ഫേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ വലിയ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംവിധായകനാവണം, അത് വേറെ കാര്യം കേട്ടോ. പക്ഷേ ഇത് പറയുന്ന ഞാൻ തന്നെ ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞതെന്നറിയോ? സലാറിൽ പോയത് ഗുണമായി, പ്രശാന്ത് നീലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ളതൊക്കെ പഠിച്ചു വന്നു, എന്നിട്ട് എമ്പുരാൻ ഒരുക്കിയെന്ന്. അതെങ്ങനെയുണ്ട്? അല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് മറ്റൊന്നാണ്. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ അല്ല, ലൂസിഫർ സലാർ വന്നതിന് ശേഷം വരണമായിരുന്നു. അതെ, വേറെ കാര്യം പറഞ്ഞുതരാം. സലാറ് അഭിനയിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ലൂസിഫർ റിലീസ് ചെയ്തു. റിലീസിന് ശേഷം ഉടനെ തന്നെ L2E അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഈ സലാറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ലൂസിഫറിൽ തന്നെ അതിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു എന്നുള്ളത്. അതായത് പൃഥ്വിരാജ് എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, ആ ഒരാൾക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൾക്ക് എന്തിനാണ് സലാറിൽ പോയിട്ട് പ്രശാന്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമുള്ളത്? എന്താ മേക്കപ്പ് കറുപ്പിക്കുന്നതോ? അതോ അവിടുത്തെ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ് എടുത്ത് കണ്ടാ പോരെ? ഫ്രണ്ട്സില് ശ്രീനിവാസന് അല്ലാതെ എന്താ എനിക്കറിഞ്ഞോളാം. സലാറിന് എന്ത് പഠിച്ചിട്ട് വരാനും ഇവിടെ വന്നിട്ട് അത് പഠിച്ചു വരാതിരിക്കാൻ നല്ലത്. അതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. അത് പിന്നെ അങ്ങനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് കണ്ടെങ്കിലും ഇരിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ അല്ലേ? അതിഭാവുകത്തിന്റെ അങ്ങേ തലയാണ് അല്ലേ? സംസാരിക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ് അതില് കഥാപാത്രങ്ങള് അങ്ങനല്ലേ? സാധാരണ നോർമൽ രീതിയിലൊന്നും സംസാരിക്കാം. നീ അവനെ തൊട്ടാൽ ഞാൻ നിന്നെ വെട്ടും, ആ രീതിയിലുള്ള അത് പോട്ടെ.
അപ്പോൾ എന്തായാലും പ്രശാന്ത് പഠിപ്പിച്ചിട്ടൊന്നല്ല ഇത് എമ്പുരാൻ ഒരുക്കിയിട്ടുള്ള കേട്ടോ. അത് വേറെ കാര്യം. അതിനി പറഞ്ഞോണ്ട് വരണ്ട ആരും. അതെ, ചിരിക്കുള്ളൂ. അതെ, കേൾക്കുന്നവർക്ക് ചിരിയാ വരിക. ഓക്കെ, എന്തായാലും നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. അയ്യോ, രക്ഷയില്ല. ഓ അമ്മോ, എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. പൊന്നെ, ഓ ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഞാനൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. അങ്ങനെ സാധനങ്ങളുണ്ടോ? വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാം. സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്നും ആശ്വാസമായത്. അടിയില്ല, നല്ല അടിയും കിട്ടും കേട്ടോ. ഹേറ്റേഴ്സിനൊക്കെ നല്ല അടി കിട്ടും. എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ. നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. പറയുന്നുണ്ടോ ശരിക്കും പൃഥ്വിരാജിനോട് പറയുന്ന പോലെ അല്ലേ? സാറെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? അത് നമുക്ക് പടക്കൊക്കെ വെറുതെ ലാലേട്ടന്റെ സിനിമയുടെ എന്തെങ്കിലും ഒരു സംഭവം വന്നു, അത് നന്നായി വന്നു, അത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കൂട്ടക്കരച്ചിലുണ്ടാവും. എന്നാണോ സംഭവം? ഭയങ്കര സൗണ്ട്. പക്ഷെ ആ സൗണ്ടിനേക്കാൾ അപ്പുറത്ത് വലിയൊരു മഴ. എന്താ ഇപ്പൊ മഴയാണോ? മഴയാവില്ല സൗത്രിയെ, അതാ ചെക്കന്റെ കണ്ണീരാ. ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും നല്ലത് മാറി നിന്നോളൂ, അത് അത്രേ ഉള്ളൂ. മാറിക്ക. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഇതൊന്ന് വഷളാക്കണം. കരച്ചിലിന്റെ പല വേർഷൻസ് ഉണ്ട്. അതായത് ലാലേട്ടന്റെ ലുക്ക് അമ്മോ, അത് കാണുമ്പോ വീണ്ടും വീണ്ടും എന്താ സാധനം പോരാ, ആൾക്കത് പറ്റുന്നേ ഇല്ല. നിനക്കിഷ്ടമല്ലാന്ന് പറയൂ. അതെ, അത്രേ ഉള്ളൂ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. അതാണ് ഒരു കരച്ചിൽ. രണ്ടാമത്തത് ടീസർ പൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ ഫ്രെയിം, എന്താ വിഷ്വൽസ്, എന്താണ് റിച്ച് സാധനം, ഹോളിവുഡ് ലെവല്. പക്ഷെ ഇതിനൊരൊറ്റ പോരായ്മയുള്ളൂ. ആരാ? ലാലേട്ടൻ. എങ്ങനെയുണ്ട്? ഇഷ്ടമല്ലേ? അതല്ല, വിചിത്രമായ കാര്യം. അല്ല, അതൊക്കെ മനസ്സിലാക്കാവുന്നുള്ളൂ. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതിന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. എനിക്ക് ശരിക്കറിയാം എന്ന് വെച്ചാൽ പിന്നെ അതായത് നമ്മുടെ ഈ KGF-ന്റെ സംഭവം തന്നെ. എന്റെ ദൈവമേ, ഒരു ടീം പറയുന്നത് KGF അതേപടി കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നു. ഞാനിത് കണ്ടുപിടിച്ചെന്നായി പറയുന്നത്. ഒരു വെപ്പൺ എടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് KGF. ഈ സാധനം കണ്ടോ? ഇവിടെ കോട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു വെപ്പൺ പിടിച്ചു തന്ന അല്ലെങ്കിൽ ഒരു ഷോട്ട് അതുപോലെ വന്നു കഴിഞ്ഞാൽ അത് KGF. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്? തന്നെയാണ് അതിന്റെ കളർ ഗ്രേഡിങ്. ആർക്ക് പിടിച്ചോ അതും KGF. ആളുകള് എന്തൊക്കെ KGF-ലെ നായകൻ യശ് ഒരു സ്യൂട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗണ്ണ് യൂസ് ചെയ്തു. ഈ സാധനം മറ്റുള്ള സിനിമകളൊന്നും വരാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അതെ,
ചോദിക്കാൻ വേണ്ടി ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. അത് മാത്രല്ല, അങ്ങനെയാണെങ്കിൽ KGF ബുക്കില്ലേ, KGF അതിന് മുൻപ് എത്ര കാലം മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എത്രയോ ഇംഗ്ലീഷ് സിനിമകളിൽ വന്നിട്ടുള്ള സാധനമാണ് അതിനകത്ത് എടുത്തു കൊണ്ടിട്ടുള്ളത്. അതൊന്നും എനിക്കറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സത്യം പറഞ്ഞ അതാണ്. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും. എന്താണെങ്കിലും നമുക്ക് താർക്കാനുള്ള സാധനം കിട്ടിയുണ്ട്. കരയുന്നവർ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിവിടെ പൊളിച്ചോണ്ട് കഴിക്കും. അത്രേ ഉള്ളൂ. അല്ല പിന്നെ നമുക്കിങ്ങനെ തകർക്കാം. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് L2ന്റെ വീഡിയോ ഇടുമ്പോ അതിനോണ്ട് കരച്ചില്. അയ്യോ, അതായത് നമ്മളിത് സ്ഥിരം പരിപാടി കേട്ടോ. ഞങ്ങള് എല്ലാ സിനിമയുടെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാർക്കോന്റെ കണ്ടിന്യൂസ് ഇട്ടപ്പോ അതിനായിരുന്നു കരച്ചില്. അതെ അതെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും എമ്പുരാനാണ്. അതെ. അപ്പൊ എമ്പുരാനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോ ഇപ്പൊ അതിന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചിലർ മാത്രമേ ഉള്ളൂ, അതായത് കരയുന്ന സ്വഭാവം നമുക്കറിയാം. തിരിച്ച് പറയുന്നവരുണ്ട്, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ വേറെ ഇതിന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അത് വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അത് നമ്മൾ ആ രീതിയിൽ എടുക്കുന്നു. അതല്ല കരച്ചിലെന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അത് വേറെ ഇത് വേറെ. കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ഇങ്ങനെ കാണാൻ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, അതുകൊണ്ടുള്ള കരച്ചില്. മറ്റുള്ള ചില ആൾക്കാരുണ്ട്, അതായത് എല്ലാം വിടണം അല്ലെങ്കിൽ എല്ലാം ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന ആൾക്കാർ. അത് ഒരിക്കലും അതവർ എല്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് ഒരു ഇത് മാത്രം ഇറക്കുന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും ഉണ്ടാവും ഇനിയും കരച്ചില്. അതായത് നമ്മുടെ ഈ കോവിഡിനെ പോലെയാണ് ഇത്. ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ചകൾ കഴിയുന്തോറും ഇതിന്റെ രൂപാന്തരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, വീര്യം കൂടിക്കൊണ്ട് വേറെ വേറെ രൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് അല്ലേ? എന്താ പറയാ, രൂപം മാറുന്നതിന് വകഭേദങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറയാം. എന്താണെങ്കിലും കാത്തിരിക്കുക, ഇനി നമ്മൾ വരുന്നതായിരിക്കും. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. ക്യാപ്ഷൻ തന്നെ കൊടുക്കാല്ലേ, കരച്ചിലിന്റെ വകഭേദങ്ങൾ. പലതരത്തിലുള്ളതായതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കാം. ബൈ.